ഹായ് മക്കളെ, 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒരു പാഠം കൂടി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സെറ്റാക്കുന്ന വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. പാഠത്തിൻ്റെ പേര് കൃഷി എന്നുള്ളതാണ്. ഒരു കവിത ഉണ്ടായിരുന്നല്ലേ, കൃഷി. ഉള്ളംകൈയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളുണ്ടത്രേ, 106 വയസ്സ്, കണ്ടാൽ 80 തോന്നിക്കൂ, ആരോഗ്യ ദൃഢഗാത്രൻ, 3 ഏക്കർ നിലമുണ്ടായിരുന്നത്രേ, കുറേ കടം കൊണ്ടുപോയി, ബാക്കി കുറേ റോഡ് വികസനം വിഴുങ്ങി, പുലരും മുമ്പ് ഇപ്പോഴും ഉണരുന്നു, എന്നിട്ടോ നിവർത്തിയ കൈവെള്ളയിൽ കലപ്പയിറക്കുന്നു, ഉഴുന്നു, വിതയ്ക്കുന്നു, വളമിടുന്നു, ഞാറുകൾ പറിച്ചു നടന്നു, വെള്ളം തേവുന്നു, കൊക്കും അരണ്ടയും തവളയും അതിൽ നിറയുന്നു. വെയിൽ ചായുമ്പോൾ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരം ഒറ്റക്ക് കൊയ്യുന്നു. മെതിയും മറ്റും സന്ധ്യക്കാണ്. രാത്രിയിൽ അയാൾ സ്വന്തം കയ്യിൽ വിളയിച്ചെടുത്ത പുന്നല്ലരിയുടെ കഞ്ഞി ആ കയ്യാൽ തന്നെ കോരിക്കുടിക്കുന്നു. ഒരിക്കൽ അയാളെ ചെന്ന് കണ്ടു. രാത്രി കഞ്ഞിയൂടി കഴിഞ്ഞ് അയാൾ ഉറങ്ങാനൊരുങ്ങുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ആ ഉള്ളംകൈ കൊയ്തു കഴിഞ്ഞ വിശാലമായ പാടശേഖരങ്ങൾ, ചില കുറ്റികൾ, തവളകളുടെ കരച്ചിൽ. സെബാസ്റ്റ്യന്റെ കൃഷിക്കാരൻ എന്നുള്ള കവിത. എന്തായിരുന്നു? പാടസംഗ്രഹത്തിലേക്ക് വരാം. ഉള്ളംകൈയിൽ നെൽകൃഷി നടത്തുന്ന ഒരു മനുഷ്യനുണ്ട്. 106 വയസ്സായിട്ടുണ്ട് മൂപ്പർക്ക്. പക്ഷെ കണ്ടാൽ എത്ര തോന്നിക്കുള്ളൂ? 80 തോന്നിക്കുള്ളൂ. രോഗമില്ലാത്ത ആരോഗ്യവാനായ മനുഷ്യൻ. അദ്ദേഹത്തിന് കൃഷിഭൂമിയായി 3 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. എന്നാൽ അതിൽ കുറച്ച് കടക്കാർ കൊണ്ടുപോയി, ബാക്കി കുറച്ച് റോഡ് വികസനത്തിന് കൊണ്ടുപോയി. അദ്ദേഹം ഇപ്പോൾ പുലരും മുമ്പ് ഉണരും. നിവർത്തിയ കൈവെള്ളയിൽ കലപ്പയിറക്കി പൂട്ടുന്ന്, വിതയ്ക്കുന്ന്, വളമിടുന്ന്, ഞാറുകൾ പറിച്ചു നടന്നു. അതായത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഇപ്പോൾ മൂപ്പരെ കൈവെള്ളയിൽ ചെയ്യുന്ന പോലെയാണ്. കാരണം കൃഷി ചെയ്യാനുള്ള ഭൂമിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. വെയിൽ താഴുമ്പോൾ അദ്ദേഹത്തിന് ഭൂമി ഉണ്ടായിരുന്നു, എന്നാൽ അതിൽ കുറച്ച് ആര് കൊണ്ടുപോയി? കൃഷി ചെയ്ത് കടം കയറി കടക്കാർ കൊണ്ടുപോയി. റോഡിന്റെ വികസനം എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടുപോയി. അങ്ങനെയുള്ള ഭൂമിയൊക്കെ പോയി. ഇപ്പൊ കൃഷി ചെയ്യാനുള്ള ഭൂമി എവിടെ ഇല്ല? കേരളത്തിൽ ഇല്ല എന്ന് ചുരുക്കം. വെയിൽ താഴുമ്പോൾ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരം ഒറ്റക്ക് കൊയ്യുന്നു. കറ്റ മെതിക്കുന്നത് സന്ധ്യക്കാണ്. രാത്രിയിൽ ആ കർഷകൻ സ്വന്തം കൈകൊണ്ട് വിളയിച്ചെടുത്ത പുന്നല്ലരിയുടെ കഞ്ഞി ആ കൈകൊണ്ട് തന്നെ കോരി കുടിക്കുന്നു. ഒരിക്കൽ ആ കർഷകനെ കവി ചെന്ന് കണ്ടു. രാത്രിയിൽ കഞ്ഞി കുടിച്ചിട്ട് അയാൾ ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കണ്ടത്. മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ കൈ ശ്രദ്ധിച്ചു. കൊയ്ത്തു കഴിഞ്ഞ വിശാലമായ പാടശേഖരങ്ങൾ. അവിടെ ചില കൊക്കുകളുടെയും തവളകളുടെയും കരച്ചിൽ കേട്ടു. നോക്കുക, ആദ്യത്തെ ചോദ്യം ഇതാണ്: കൃഷിഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ എന്തെല്ലാം സൂചനകളാണ് കവിതയിൽ നിന്ന് ലഭിക്കുന്നത്? കൃഷിഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ എന്തെല്ലാം സൂചനകളാണ് കവിതയിൽ നിന്ന് ലഭിക്കുന്നത്? കൃഷിക്കാരന് 3 ഏക്കർ നിലം സ്ഥലമുണ്ടായിരുന്നു. കൃഷി ചെയ്യാൻ കടം വാങ്ങി, കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കുറേ സ്ഥലം അവർ കൊണ്ടുപോയി. ബാക്കിയുള്ള ഭൂമിയാണെങ്കിൽ റോഡ് വികസനക്കാരും ഏറ്റെടുത്തു. അങ്ങനെ എല്ലാം നഷ്ടമായി എന്ന സൂചനയാണ് കൃഷിഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ സൂചനയായിട്ട് കാണിക്കുന്നത്. എന്താണ്? കൃഷിക്കാരന് 3 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. കൃഷി ചെയ്യാൻ കടം വാങ്ങി, കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കുറേ സ്ഥലം അവർ കൊണ്ടുപോയി. ബാക്കിയുള്ള ഭൂമി റോഡ് വികസനക്കാരും ഏറ്റെടുത്തു. അങ്ങനെ എല്ലാം നഷ്ടമായി. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ്, കവിതയിൽ സൂചിപ്പിക്കുന്ന കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ എന്തെല്ലാം? കവിതയിൽ സൂചിപ്പിക്കുന്ന കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ: കലപ്പ പൂട്ടാനിറക്കുന്നു, നിലം ഉഴുതുമറിക്കുന്നു, വിതയ്ക്കുന്നു, വളമിടുന്നു, ഞാറ് പറിക്കുന്നു, വെള്ളം തേവി നനയ്ക്കുന്നു, പാടശേഖരം ഒറ്റക്ക് കൊയ്യുന്നു, കറ്റ മെതിക്കുന്നു. ഇതെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ: കലപ്പ പൂട്ടുക, നിലം ഉഴുതു മറിക്കുക, വിത്ത് വിതയ്ക്കുക, വളമിടുക, ഞാറ് പറിക്കുക, വെള്ളം തേവി നനയ്ക്കുക, പാടശേഖരം ഒറ്റയ്ക്ക് കൊയ്യുക, കറ്റ മെതിക്കുക. ഇതെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകന്റെ ദൈന്യതയും സ്വപ്നവുമാണ് കവിത പങ്കുവെക്കുന്നത്. ചർച്ച ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. അയാൾക്ക് മാനസിക നില തെറ്റിയത് കൊണ്ടായിരിക്കാം കൈവെള്ളയിൽ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നുണ്ടാവുക. കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകന്റെ ദയനീയത, അവന്റെ സ്വപ്നവുമാണ് കവിത പങ്കുവെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എഴുതുക. കൃഷിഭൂമി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കർഷകന്റെ ദയനീയ ചിത്രമാണ് ഈ കവിത കാഴ്ചവെക്കുന്നത്. ആ കൃഷിക്കാരന് ആകെ ഉണ്ടായിരുന്ന സ്ഥലത്തിൽ കുറച്ചാണെങ്കിൽ ആര് കൊണ്ടുപോയി? കടക്കാർ കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ളത് റോഡിനെടുത്തു. അയാൾക്ക് കൃഷിഭൂമി ഇല്ല, സ്വന്തം കൈവെള്ള
അധ്വാനത്തിൻ്റെ രൂപരേഖയുമായി അയാൾക്ക് മുന്നിലുണ്ട്. ആകെ കയ്യിലുള്ള കൃഷിക്കാർ പണ്ട് അനുഭവിച്ചിരുന്ന കഥകൾ വ്യക്തമാക്കുന്നു. കൃഷിഭൂമി ഇല്ലാതായ ഒരു കർഷകന്റെ, അതും പ്രായമേറെയായിട്ടും അധ്വാനിക്കാൻ ശക്തിയുള്ളൊരു കർഷകന്റെ ദയനീയ ഭാവമാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. വിതച്ച് കിട്ടുന്ന നെല്ലിൻ്റെ ഒരംശം അരിയാക്കി കഞ്ഞി കുടിക്കുന്ന കർഷകന്റെ ദയനീയ ചിത്രം കവിത സംഭാവന ചെയ്യുന്നു. സ്വന്തം കൈവെള്ള നോക്കി താൻ പണ്ട് അധ്വാനിച്ചിരുന്ന കൃഷിയുടെ മഹത്വം ഓർക്കുന്ന കർഷകർ കേരളത്തിലെ ഒരു കർഷകരുടെ പ്രതിനിധി കൂടിയാണ്. കൃഷിഭൂമി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കർഷകന്റെ ദയനീയ ചിത്രമാണ് ഈ കവിത കാഴ്ചവെക്കുന്നത്. ആ കൃഷിക്കാരന് ആകെ ഉണ്ടായിരുന്ന സ്ഥലത്തിൽ കുറച്ച് കടക്കാർ കൊണ്ടുപോയി, ബാക്കിയുള്ളത് റോഡിനെടുത്തു. അയാൾക്ക് കൃഷിഭൂമിയില്ല. സ്വന്തം കൈവെള്ള അധ്വാനത്തിൻ്റെ രൂപരേഖയുമായി അയാൾക്ക് മുന്നിലുണ്ട്. ആകെ ആ കയ്യിലൂടെ കൃഷിക്കാർ പണ്ട് അനുഭവിച്ചിരുന്ന കഥകൾ വ്യക്തമാക്കുന്നു. കൃഷിഭൂമി ഇല്ലാതായ ഒരു കർഷകന്റെ, അതും പ്രായമേറെയായിട്ടും അധ്വാനിക്കാൻ ശക്തിയുള്ളൊരു കർഷകന്റെ ദയനീയ ഭാവമാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. വിതച്ച് കിട്ടുന്ന നെല്ലിൻ്റെ ഒരംശം അരിയാക്കി കഞ്ഞി കുടിക്കുന്ന കർഷകന്റെ ദയനീയ ചിത്രം കവിത സംഭാവന ചെയ്യുന്നു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, ചേറ്റിക്കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ഈ പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്താണ്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്താണ്? ഇതുപോലെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, കടങ്കഥകൾ എന്നിവ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കുക. ചേറ്റിക്കുത്തിയ കൈ ചോറ്റിക്കുത്താം. നിലത്തിൽ നന്നായി അധ്വാനിച്ച് കൃഷി ചെയ്താൽ നന്നായി ചോറുണ്ണാം എന്നാണ് ചൊല്ലിന്റെ അർത്ഥം. അതായത് നന്നായിട്ട് അധ്വാനിച്ചവന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചളിയിൽ കുത്തിയ കൈ എവിടെയും കുത്താം, ചോറിലും കുത്താം. ഇനി ചില കൃഷിച്ചൊല്ലുകൾ: മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ, ആഴത്തിൽ ഉഴുത് അകലത്തിൽ നടണം, ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക, ഉഴവിൽ തന്നെ കള തീർക്കണം, ഒക്കത്ത് വിത്തുണ്ടെങ്കിൽ തക്കത്തിൽ കൃഷി ഇറക്കാം, ഒരു വിള വിതച്ചാൽ പല വിത്ത് വിളയില്ല, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. ശൈലിയും കടങ്കഥകൾ എന്ത് ചെയ്യുക, ഓർത്ത് നോക്കുക. ഓക്കെ, ഇതൊരു ഉപന്യാസത്തിന്റെ ചോദ്യമാണ്. ഒന്നുകൂടി എന്ത് ചെയ്യുക, സെറ്റാക്കിക്കൊള്ളുക കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ച് എന്ത് ചെയ്യുക, ഉത്തരം പഠിച്ചേക്കുക, പാഠഭാഗം സെറ്റാക്കിക്കൊള്ളുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, മക്കൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.